ഈ തന്ത്രിമാരും അല്ലെങ്കിൽ ഈ മേൽശാന്തിമാർ പൂജാരിമാരെന്നൊക്കെ പറയുന്നത് ഫുൾ കച്ചവടക്കാരാണ് എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തണം. കാര്യം ആ വിഷയം ഓൺ ചെയ്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അതിൻ്റെ വസ്തുത ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയല്ല ഈ സാധാരണ മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം വിശ്വാസം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് പല യാഥാർത്ഥ്യങ്ങളും അവരുടെ കണ്ണിൽപ്പെടാതെ പോകുന്നുണ്ട്. അത് പാടില്ല. വിശ്വാസത്തിൻ്റെ മറവിൽ നടക്കുന്ന കച്ചവടങ്ങൾ ജനം തിരിച്ചറിയണം. ചിലരെ ജനം മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്നത് പൈസയ്ക്ക് വേണ്ടിയുള്ള ഫുൾ കച്ചവടം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ചൂഷണം എന്നുള്ള നിലയ്ക്ക് വിശ്വാസത്തിൻ്റെ മറ പിടിച്ച് ഈ നാട്ടിൽ തന്ത്രി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പോറ്റിമാർ നടത്തുന്ന, അതും ശബരിമല കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ചൂഷണത്തിന് ഹൈക്കോടതി ഇടപെട്ട് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലോക്ക് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് എന്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ആദ്യം നിങ്ങൾ കേൾക്കുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ശബരിമലയിൽ പോകുന്ന പോറ്റിയുടെയൊക്കെ പ്രാധാന്യം, അവരുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൈസയാണോ അതോ വിശ്വാസമാണോ എന്നുള്ളത് നമുക്ക് ആദ്യം ആ വാർത്തയുടെ ഒരു ചെറിയ ഭാഗം കേൾക്കാം. ശബരിമലയിലെ അഭിഷേക ശേഷം ബാക്കി വരുന്ന നെയ്യിന്റെ സമാന്തര വിൽപ്പനയിൽ ഇടപെടലുമായി ഹൈക്കോടതി. മേൽശാന്തിമാരും ഉൾക്കഴകക്കാരും അഭിഷേക ശേഷം ബാക്കി വരുന്ന നെയ്യ് വിൽക്കുന്നത് ഹൈക്കോടതി വിലക്കി. മേൽശാന്തിമാരുടെ മുറികളിൽ സൂക്ഷിച്ച നെയ്യ് ഉടൻ കൈമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേട്ടല്ലോ, ശബരിമലയിൽ അഭിഷേകത്തിന് ഫ്രീ ആയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ കൊണ്ട് കൊടുക്കുന്ന നെയ്യ് പാക്കറ്റിലാക്കി 100 രൂപയ്ക്ക് വിൽക്കുകയാണ്. ഒന്ന് ആലോചിക്കുക. ദേവനെ പൂജിക്കാൻ വേണ്ടി ദേവന്റെ ദാസനായിട്ട് അവിടെ കയറുന്നവന്മാരാണ്. ദേവതുല്യരായിട്ട് നാട്ടുകാർ കാണുകയാണ്. അവന്റെ ലക്ഷ്യം എന്താണ്? ഈ അഭിഷേകം ഫ്രീ ആയിട്ട് കിട്ടുന്നത് വരുന്ന ഭക്തജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നത് നമുക്ക് മനസ്സിലാക്കാം.